അല്ല അപ്പാപ്പ ഞാൻ ഇവിടെ എനിക്കൊരു ഒരു കാര്യം ഹോസ്റ്റ് ചോദിക്കാനുണ്ട് കേട്ടാ. ഞാനിവിടെ വന്നപ്പോ കുറച്ച് പേര് ഇങ്ങനെ ഞാനിങ്ങനെ ഒരു സെർവർ തുടങ്ങാൻ നമുക്ക് എത്ര രൂപ മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുമെന്ന് ഞാൻ ഇങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അപ്പാപ്പൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സെർവറില്? ഞാനല്ല, എല്ലാരും കൂടെ. എന്നാലും എത്ര രൂപ ഇങ്ങനെ ഒരു സെർവർ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും ഇനീഷ്യൽ? അത് സ്ക്രിപ്റ്റ് സൈഡ് മാത്രമാണോ അതോ എല്ലാം കൂടെ, ഹോസ്റ്റ് മെയിൻ്റെനൻസ് എല്ലാം കൂടെ ചേർത്ത് നോക്കിയാ? ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സ്ക്രിപ്റ്റ് സൈഡ് മാത്രം അറൗണ്ട് ഒരു ഇപ്പം 4.5 ലക്ഷം രൂപ മുകളിലായിട്ടുണ്ടാവും. മന്ത്ലി ഹോസ്റ്റ് ഒരു അത്യാവശ്യം നല്ലൊരു ഹോസ്റ്റ്, നമ്മൾ ഒരു 300 പേരെ കളിക്കുന്ന ഒരു ഹോസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലെ ഒരു മിനിമം ഒരു 15 രൂപ ഒരു ഹോസ്റ്റിന് മാത്രം. 15,000 രൂപ. അതിന്റെ പുറമെ നമുക്ക് കീ എടുക്കണം. കീ അപ്പൊ 2000 സ്ലോട്ടിന്റെ കീക്ക് ഒരു 5,000 രൂപ മിനിമം. 5,000 രൂപ മിനിമം. മാസം ഒരു 10-25,000 രൂപ വേണം ഇത് ഓടിക്കാൻ. അതായത് മിനിമം ഒരു 25,000 രൂപ വേണം, കാരണം സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ. അതും കൂടെ ചേർത്ത് ഒരു 25 രൂപ മന്ത്ലി. സൂപ്പർ. അപ്പൊ നിങ്ങള് സെർവർ തുടങ്ങാനുള്ള പ്ലാൻ എല്ലാവരും ഡ്രോപ്പ് ചെയ്യല്ലേ? അയ്യോ, എല്ലാരും വിചാരിക്കണത് കേട്ടോ ഇതെന്തോ മറ്റേ ഭയങ്കര ഈസി പരിപാടിയാണെന്ന് കേട്ടാ. അത് സത്യം പറഞ്ഞ എങ്ങനെയാണെന്നറിയാവോ, ഈ സാധനം ലീക്ക് അടിച്ചു മാറ്റി കുറെ എണ്ണം തുടങ്ങും. സ്ക്രിപ്റ്റ് ലീക്ക് ചെയ്ത് അത് ഫുള്ളി ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഇത്രയും എമൗണ്ട് ആവുന്നല്ലേ? അല്ല, ഇതിൽ ലാഭം എന്താണെന്ന് കുറച്ച് പേര് ചോദിക്കുന്നു, അതോടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുവോ? ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം എന്ന് പറയുന്നത് ഒന്നുമില്ല, കയ്യിൽ അങ്ങോട്ട് ഇടാം എന്ന് പറയുന്നതാണ് സത്യം. എന്നാൽ ഇത് റിട്ടേൺസ് പ്രതീക്ഷ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ സാധനം അല്ലല്ലോ. അല്ലല്ല, ഒരിക്കലും അല്ല. ഇത് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമേ ഇതിൽ ഇറങ്ങാൻ നിൽക്കാവൂ. അപ്പൊ ഇപ്പൊ കറന്റ്ലി സെർവറിന് അങ്ങനെ പ്രോഫിറ്റ് എന്ന് പറയാൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇതുവരെ ലോസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എത്രയാന്ന്. ഒരു 2 ലക്ഷം രൂപ ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പം ലൈക്ക് സിറ്റിയിൽ പ്രീമിയംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് അത്രയും റിട്ടേൺ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പ്രീമിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ മെയിൻലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിട്ടാണ്. അതായത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ പൈസ ഇടാതെ ഈ സർവറിനകത്ത് കളിക്കുന്നവർ തന്നെ ഡൊണേറ്റ് ചെയ്യുന്ന പൈസ വെച്ചിട്ട് സർവർ ഓടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സെറ്റപ്പാണ്. മനസ്സിലായി. അപ്പൊ ഇവിടെ സെർവർ തുടങ്ങി രക്ഷപ്പെടാന്ന് പറഞ്ഞ് കുറച്ച് പയ്യന്മാര് വന്നായിരുന്നു. മക്കളെ, വീടിന്റെ ആധാരം ഇരിക്കും, ഒരു സംശയവും ഇല്ല. മനസ്സിലായ? പ്രോഫിറ്റ് ഒന്നും ഇല്ല ഇതുവരെ. പ്രീമിയംസ് ഒന്നും അങ്ങനെ എല്ലാരും എടുക്കൂലടാ ഇതിനകത്തെ പോലെ. ഇപ്പൊ അതിലാണല്ലേ ഓർഡറേ. വാ താടി ഫ്ലെക്സിങ് എന്നാ എടാ, ഇന്ന് ഷേവ് ചെയ്യാൻ മറന്നു വേടാ. ഇന്ന് ഞാൻ ഡെയിലി ഷേവ് ആണ്. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഇന്ന് എത്ര ഒരു 11 മണിക്ക് എണ്ണീറ്റ് 11 മണി ടു ഒരു 10-24 ആ സമയത്തുള്ള ഗ്രോത്ത് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇന്ന് ഞാൻ ഷേവ് ചെയ്യാൻ മറന്നു. അവര് രക്ഷപ്പെട്ട. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞാനത് തുടക്കം തന്നെ അപ്പൊ തന്നെ മതിയാക്കി വേണ്ടെന്ന് വെച്ച്. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് കേട്ടപ്പോ തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച്. ഇത് പിന്നെ നമ്മുടെ ഒരു ഇഷ്ടമല്ലേ, ഇതാണ് വണ്ടി. ഇതിന് പോയാലും ഇതാകുമ്പോ സൗണ്ടും ഇല്ല, ഒന്നുമില്ല, സംസാരിച്ചോണ്ട് പോവാ. അങ്ങനെ പോവാം. എംപുരാൻ റിയാക്ഷൻ ചെയ്തില്ല, നോ സ്ട്രൈക്ക്. രാജുവേട്ടനെ വിളിച്ചിട്ട് ലാലേട്ടനെ വിളിച്ച് സംസാരിച്ചപ്പോ വൈകുന്നേരം മോനെ ഇഗിൾ മോനെ അതൊന്നും ഒരു പ്രശ്നമല്ല മോനെ, നമ്മുടെ പടം അല്ലേ, ഹിറ്റ് ആവട്ടെ മോനെ, ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്, നീ റിയാക്ഷൻസ് ഇട്ടോ മോനെ, ഒരു പ്രശ്നമില്ല, നമ്മളിതൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായ? ഒരു സീനും ഇല്ല, ഒരു സീനും. ഏത് നമ്മുടെ റേഞ്ചേ സ്ട്രൈക്ക് ഇപ്പൊ അടിച്ചു തരണല്ലേ ലൈവില്. എനിക്ക് ബ്രോയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ വരും ഇതാ വരുന്നേ. എനിക്ക് ബ്രോയെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. നന്ദു ജോഡ്, ഒരു മിനിറ്റ്. ഇതെന്റെ പെണ്ണുമ്പിള്ളയാണ്, ഇപ്പൊ പ്രഗ്നന്റാ. അടുത്ത മാസം ആകുമ്പോഴത്തേന് വെളി വരും കുഞ്ഞ്. മനസ്സിലായ? കല്യാണം കഴിഞ്ഞ വർഷം, ഇപ്പൊ 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. നീ ഇന്നലെ ഏതെങ്കിലും റീൽസ് കണ്ടിട്ട് ഞാൻ മറ്റേ റിയാക്ഷൻ ചെയ്യുന്ന പുള്ളിയാണെന്ന് പറഞ്ഞ് നേരെ നീ ഇവിടെ വന്നിട്ട് എന്നെ കല്യാണം. ഒന്നാമത്തെ കാര്യം, ഞാൻ സ്ട്രെയിറ്റ് ആണ്. എനിക്ക് ആമ്പിള്ളേരെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും എടുത്ത്, ഇത് മറ്റേ കലണ്ടറൊക്കെ കേട്ടാ, കല്യാണത്തിന് കിട്ടിയ കലണ്ടറാണ് എൻ്റെ കേട്ടാ. നീ എൻ്റെ അടുത്ത് വന്നിട്ട്
കല്യാണം കഴിക്കണമെന്ന് 40 രൂപ തന്നിട്ട് 400 രൂപ തന്നിട്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ റിപ്ലൈ പറഞ്ഞേനെ നിന്റെ അടുത്ത്. അവ എൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണം കഴിക്കണമെന്ന്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സത്യം. ഓരോരോ ആഗ്രഹങ്ങളെ ഓരോരുത്തന്മാരുടെ കല്യാണം കഴിക്കണമെന്ന് തന്നെ. എന്തൊക്കെ കാണണം അവനൊക്കെ. കല്യാണം കഴിക്കണം, കക്കൂസിലെ സൗണ്ട് കൺട്രോൾ, ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ സൂപ്പർ ചാറ്റുകൾ. പണ്ടൊക്കെ ബിഗ് ഫാൻ ബ്രോ, ഹായ് അണ്ണ, ഹായ് തരുവോ, ഉമ്മ തരുവോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആൾക്കാർ സൂപ്പർ ചാറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനല്ല. എടാ കക്കൂസിൽ നിന്ന് ഇറങ്ങി, നീ ഇറങ്ങിയിട്ട് വേണം എനിക്ക് കയറാൻ. എടാ നാളെ നോട്ട്ബുക്ക് കൊണ്ടുവരണേ. മോനെ ചോദിച്ച് അച്ഛൻ വരുന്നു. ഭർത്താവിനെ ചോദിച്ച് ഭാര്യമാര് വരുന്നു. ഇതൊക്കെയാണ് എന്റെ ചാറ്റ് ഇപ്പോ. ഒരു നല്ല സൂപ്പർ ചാറ്റ് കണ്ടിട്ട് എത്ര നാളെന്നറിയാം.